അഞ്ചു ആണ് കേട്ടോ. 2024 ആവാറായല്ലേ? കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇനി. എല്ലാവരും 2024ന്റെ ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യണം. അന്നേരം നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇഷ്ടാവുകയാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം 2023 എന്ന് പറയുന്നത് നല്ലൊരു വർഷമായിരുന്നു. 2022നെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ബെറ്റർ വേർഷൻ ആയിരുന്നു 2023 എന്ന് വേണം പറയാനായിട്ട്. എല്ലാ വർഷവും ന്യൂ ഇയറിന് മുൻപായി കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഹെൽപ്സ് മീ അലോട്ട്. അതുകൊണ്ടാണ് ഈ ഒരു വർഷവും നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടെ കൂട്ടാന്ന് കരുതിയത് കേട്ടോ. ആർക്കെങ്കിലും യൂസ് ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ ഈ 2024ലെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നത് സെൽഫ് ലവ് എന്നുള്ളതാണ്. സെൽഫ് ലവിനെ പറ്റി ഇതിനു മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൽഫ് ലവ് എന്ന് കേൾക്കുമ്പോൾ അത് കുറച്ച് ഈസി ആയിട്ട് എല്ലാവർക്കും തോന്നുവാണേലും ബട്ട് ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാ വർക്കിംഗ് മദേഴ്സിൻ്റെയും പ്രോബ്ലം ആണത്. ബട്ട് ഞാൻ ഈ 2024ൽ മാക്സിമം അതിനു വേണ്ടി ട്രൈ ചെയ്യും എന്ന് കരുതുന്നു. എല്ലാ വർഷവും ന്യൂ ഇയറിന് മുൻപ് ഞാൻ ചെയ്തിരുന്ന കാര്യമാണ് ഗോൾ സെറ്റിംഗ് എന്നത്. എല്ലാവർക്കും ലോങ് ടേം ഗോൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അതിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് നമ്മൾ എല്ലാവരും എടുക്കുന്ന ഓരോ ഷോർട്ട് ടേം ഗോൾസും. ഫാമിലിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അതിനായി മാക്സിമം ട്രൈ ചെയ്യും. ന്യൂ ഇയറിന്റെ ടൈം എടുക്കുന്ന എല്ലാ ഗോൾസും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലേലും കുറെ എണ്ണം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും ന്യൂ ഇയറിലെ ഗോൾസ് സെറ്റ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2024ലെ ഗോൾസ് ഒന്ന് സെറ്റ് ചെയ്താലോ? അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ വർക്ക് ഡെസ്ക് ക്ലീൻ ആക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദർ ഈസ് നത്തിങ് നെഗറ്റീവ് എനർജി അറൗണ്ട് മീ. അപ്പോൾ അതിനായി ഞാനൊരു ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ 5 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എത്ര ഏരിയാസ് വേണമെന്നുള്ളത് തികച്ചും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എനിക്കിവിടെ 5 ഏരിയാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹെൽത്ത്, ഫിനാൻസ്, പേഴ്സണൽ, വർക്ക്, എഡ്യൂക്കേഷൻ എന്നിങ്ങനെ 5 ഏരിയാസാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ സെക്ടേഴ്സിലെല്ലാം തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹമുള്ളത്, 2024ൽ ഈ ഒരു ഏരിയാസിൽ എനിക്ക് എന്തൊക്കെയാണ് അംബീഷൻസ് ഉള്ളതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് എഴുതുവാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും പേഴ്സണലാണ്, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെയുള്ള വീഡിയോസ് കണ്ടിട്ടൊന്നും ആരും അങ്ങനെ അനുകരിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് അതുപോലെ അവിടെ എഴുതാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടി ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അംബീഷൻസിനെ പറ്റി എഴുതാൻ വേണ്ടി പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ 2024ൽ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അംബീഷൻസിനെ പറ്റി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് എന്താണോ എഴുതുക അത്രയും ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടും കൂടി വേണം ഇത് എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പേപ്പർ വൈറ്റ് ഷീറ്റ് നമ്മൾ വെറുതെ ഒരു വളരെ നീറ്റായിട്ട് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഒന്നൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി വൈറ്റ് ഷീറ്റ്സിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ഒരു പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് ഷീറ്റ് ആയിക്കോട്ടെ നല്ല ഒരു ഷീറ്റ് എടുക്കുക. അതിനകത്ത് 2024 എന്നും അതുപോലെ തന്നെ നമ്മുടെ ഗോൾസ് എന്നും ജസ്റ്റ് ഒന്ന് എഴുതിയതിന് ശേഷം അതെങ്ങനെ വേണോ, അത് ഏതൊക്കെ രീതിയിൽ വേണോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം, അതിനെ അട്രാക്റ്റീവ് ആക്കാം. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു വൈറ്റ് ഷീറ്റിൽ എഴുതിയിട്ടുള്ള എല്ലാ ഗോൾസും കൃത്യമായിട്ട് ഈ ഒരു ഇതിനകത്ത് നല്ല വൃത്തിയായിട്ട് എഴുതി വയ്ക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് എൻ്റെ ഗോൾസാണ്. ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ എൻ്റെ ആഗ്രഹമാണ് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 2024 തുടങ്ങുന്ന സമയത്ത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തുടങ്ങുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് കുറച്ച് ആഗ്രഹങ്ങളായിട്ട് കുറച്ച് പ്ലാനിങ്ങോടുകൂടി നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതെപ്പോഴും നമുക്കത് ഒരു 100% അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊരു 80% അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും നേരത്തെ നമ്മൾ വൈറ്റ് ഷീറ്റിൽ ചെയ്ത പോലെ തന്നെ 5 ഏരിയാസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 ഏരിയാസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഹെൽത്ത്, ഫിനാൻസ്, പേഴ്സണൽ, വർക്ക്, എഡ്യൂക്കേഷൻ എന്നുള്ള 5 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മൾ അതിനകത്ത് എഴുതിയേക്കുന്ന അതേ പോയിന്റ്സ് തന്നെ ഒന്നുകൂടെ വൃത്തിയായിട്ടും അതുപോലെ തന്നെ ഒന്നും കൂടെ ഷോർട്ടായിട്ടും ഇതിനകത്തിട്ട് എഴുതുക എന്നുള്ളതാണ്.
അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഒരു പേപ്പറിൽ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഒരു ഡയറിക്കകത്ത് എടുത്ത് വെക്കുക, എങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിത് രാവിലെ എണീക്കുന്ന സമയത്ത് ഇതൊന്ന് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ 2024 ആ ഒരു പ്ലാനിങ്, നമുക്ക് എന്തൊക്കെയാണ് ഗോൾസ്, അതെല്ലാം തന്നെ നമ്മുടെ മനസ്സിലെപ്പോഴും അതെന്താ പറയുക ഇങ്ങനെ കിടക്കും. അന്നേരം നമുക്കത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, നമ്മൾ ലേസി ആകുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് കുറേ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുമ്പോഴും ഈ ഒരു ഗോൾസിനെ പറ്റി നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും.